കഴിഞ്ഞ മത്സരം കണ്ട ആരാധകരൊക്കെ തന്നെ ഒരു കാര്യം ചോദിച്ചിരുന്നു. എന്തോ ഒരു ചെറിയൊരു സാധനം മിസ്സിംഗ് അല്ലേ അർജന്റീനയുടെ കളിയിലില്ലേ എന്ന് ചോദിച്ച നിരവധി ആരാധകരുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഏഞ്ചൽ ഡി മരിയ, അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് ആ റൈറ്റ് വിങ്ങിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏഞ്ചൽ ഡി മരിയയെക്കുറിച്ച് അക്ഷയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏഞ്ചൽ ഫാബിയാൻ ഡി മരിയ ഒളിമ്പിക്സ് ഫൈനലിലും മാരക്കാനയിലും ഫൈനലിസിമയിലും ഖത്തറിലും ഏറ്റവും ഒടുവിൽ കോപ്പ ഫൈനലിലും മിശിഹായ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പടവെട്ടിയവൻ. ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്കുമേൽ മാലാഖയെപ്പോലെ പറന്നിറങ്ങിയവൻ. മെസ്സിക്കായി സ്കലോണി ഒരുക്കിയെടുത്ത കാലാൾപ്പടയുടെ നായകൻ. ആപത്ഘട്ടത്തിൽ അവതരിക്കുന്നവനാണ് അർജന്റീനയ്ക്ക് ഡി മരിയ. 2021 ജൂലൈ 10 മഞ്ഞ പുതച്ചു നിന്ന മാരക്കാനയെ ഒരൊറ്റ ഗോൾ കൊണ്ട് കരയിച്ചവരാണ് ഡി മരിയ. ഒരു കിരീടത്തിനായുള്ള അർജന്റീനയുടെ 28 വർഷത്തെ കാത്തിരിപ്പ് അന്ന് അവിടെ അവസാനിച്ചു. തൊട്ടടുത്ത വർഷം ഫൈനലിസിമയിൽ ഇറ്റലിയെ മുട്ടുകുത്തിച്ചപ്പോഴും അതിൽ ഡി മരിയയുടെ ക്ലിനിക്കൽ ടച്ച് ഉണ്ടായിരുന്നു. ഖത്തറിലെ രാവിൽ ലിയോണൽ മെസ്സി പൂർണ്ണത കൈവരിച്ചപ്പോഴും നിർണായകമായത് ആ ഡി മരിയ ടച്ച്. കൊളംബിയയെ തോൽപ്പിച്ച് കോപ്പ കിരീടം നേടിയതിന് പിന്നാലെ മാലാഖ ബൂട്ടഴിച്ചു. ഇത്തവണ മെസ്സിക്കും സംഘത്തിനും നേടിയെടുക്കാനൊന്നുമില്ല. പക്ഷേ കാത്തിരുന്നു നേടിയെടുത്തത് നിലനിർത്തണം. ഡി മരിയ കാവലില്ലെങ്കിലും അർജന്റീന നിര ശക്തമാണ്. എന്നാൽ എവിടെയൊക്കെയോ ആ കാവൽ മാലാഖയെ ആരാധകർ മിസ് ചെയ്യുന്നുണ്ട്. ഡി മരിയയ്ക്ക് പകരം വെക്കാൻ ഡി മരിയ മാത്രം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.